40 കൊല്ലം ചെയ്തത് മുഴുവനും ഖത്തം ഹോഗയ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. അമിന സുഖാണോടി, ഫോൺ വന്ന് സുഖമാണോടി, പോയി 40 കൊല്ലം നീ കഷ്ടപ്പെട്ടത് പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വഅദിന്റെ സദസ്സിലൊക്കെ ചിലര് വണ്ടിക്കകത്ത് കയറിയ ഖുർആൻ ഇട്ടുകൊണ്ടിരിക്കും, ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും. ഖുർആൻ ഓതുന്ന സമയത്ത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സമയത്ത് മിണ്ടാതെ നിന്ന് നീ കേൾക്കണം. എന്താ ഖുർആൻ പറയണേ, എന്താ അതിന്റെ അർത്ഥം കേൾക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ എന്തിനാ നീ ഖുർആൻ ഇടുന്നേ? അതുകൊണ്ടാണല്ലോ ഈ വഅദിന്റെ സദസ്സുകളിൽ ഖുർആൻ ഇടാൻ പാടില്ല എന്ന് ഉസ്താദന്മാർ പറയണേ. വഅദൊക്കെ വെച്ച് കഴിയും ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, നാട്ടുകാർ മുഴുവനും അവനവന്റെ ചിന്ത നടക്കുക. അതുകൊണ്ടാണ് ഖുർആൻ ഇടാൻ പാടില്ല പറയുന്നത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആനിനെ മാത്രം ശ്രദ്ധിക്കുക. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആൻ മടക്കി വെച്ച് മാറ്റി വെച്ചിട്ട് നീ സംസാരിക്കാവൂ. തുറന്നു വെച്ചുകൊണ്ട് തന്നെ പള്ളിക്കകത്തിരുന്നിട്ട് സംസാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങൾ, ഖുർആനെ ഒളുവില്ലാതെ തൊടാൻ പാടില്ല. എനിക്കറിയാലോ, ഖുർആൻ ഒളുവില്ലാതെ തൊടാൻ പാടില്ല. മദ്രസയെ പഠിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് എന്ത്? ഖുർആൻ തൊടാം. ആർക്ക് തൊടാം ഖുർആൻ? ആർക്കാപ്പ ഖുർആൻ തൊടാൻ പറ്റുന്നത്? ചെറിയ കുട്ടികൾക്ക്. എപ്പോ? ഇൽമു പഠിക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ തൊടാം. പഠിക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ തൊടാം. ഇപ്പൊ ഉമ്മ പറയണ്ട, ചെറിയ മക്കളോട് പറയും ഒതുവിട്, ഖുർആൻ എടുത്തിട്ട് വേണം. അവനെന്താ ഇൽമു പഠിക്കാനാ ഖുർആൻ എടുത്ത്? അല്ല, നിങ്ങൾ പഠിക്കേണ്ട കാര്യമുണ്ട്. നമ്മളൊക്കെ കളിയും തമാശയും. മാതാപിതാക്കൾ പറയും ഒതുവില്ലാത്തത് കൊണ്ട് എനിക്ക് തൊട്ടുകൂടാ, ചെറിയ കുട്ടികൾക്ക് തൊടാം. ഇല്ലേ? എപ്പോ തൊടാം? അവിടെ നോക്കേണ്ടത്. ചെറിയ കുട്ടികൾക്ക് ഖുർആൻ തൊടാം. എപ്പോ? അവന് പഠിക്കുന്ന സമയത്ത് തൊടാം. അങ്ങനെ മുഫസ്സിരീങ്ങൾ, മഹാന്മാര് വെറുതെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഖുർആൻ കളിയല്ല. ഒതുവില്ലാതെ പോയി എടുക്കണ താത്താമാരുണ്ട്. ഒതുവില്ലാതെ പോയിട്ട് കാക്കാമാർ എടുക്കാൻ പാടില്ല. ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക്, മദ്രസയിൽ ഒരു കുട്ടിക്ക് ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഖുർആൻ എടുക്കാം, ഒതുവില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അവൻ മറ്റൊരാൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി ഒതുവില്ലാതെ എടുക്കാൻ പാടില്ല. മഹാന്മാർ പഠിപ്പിക്കുന്നു. അത്രയും സൂക്ഷ്മത പുലർത്തണമെന്ന അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, പക്ഷെ നമ്മളെല്ലാവരും ഖുർആൻ ഓതുന്നത്, ഒരുപാട് കേൾക്കുന്നത്, പള്ളിയിലെ ഖതീബ് ഓതുന്നു, ഉസ്താദ് നിസ്കരിക്കുമ്പോൾ ഓതുന്നു, പോയി പുറകെ നിൽക്കണമല്ലാതെ ആ ഓതുന്നത് എന്താണെന്ന് ഞാനോ നിങ്ങളെ ചിന്തിക്കാറുണ്ടോ സഹോദര? ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥമെങ്കിലും നമുക്കറിയോ? നമ്മളൊക്കെ ആലോചിക്കുക. നമ്മളൊക്കെ മുസ്ലിമീങ്ങളല്ലേ? എപ്പോഴും സ്വർഗവും നരകവും ഒക്കെ പറയുമല്ലോ, ഈമാന്റെ കാര്യം പറയുമല്ലോ. അപ്പാ ഫാത്തിഹയുടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം അറിയോ നമുക്ക്? ആലോചിക്കുക. നമ്മളാ മുസ്ലിമീങ്ങൾ അല്ലേ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തിന്റെ, ഒരു സൂറത്തിന്റെ അർത്ഥം കാണാതെ അറിയണ എത്ര പേരുണ്ട് നമ്മളിൽ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗതികേട് നമ്മൾ ചിന്തിക്കുക. അതാ ഖുർആൻ പറഞ്ഞത്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഖുർആൻ വെറുതെ അല്ല. അതുപോലെ പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ട് ഇറക്കിയിരുന്നെങ്കിൽ പേടിച്ചിട്ട് പർവ്വതം തന്നെ പൊടിഞ്ഞു പോകുമായിരുന്നു. പക്ഷെ നമ്മൾ അതിന് ബഹുമാനമില്ല, പൊതുവില്ലാതെ എടുക്കും. അതിങ്ങനെ പൊടിയടിച്ചിരുന്നാൽ തുറന്നു പോലും നോക്കാറില്ല, പൊടി തുടയ്ക്കാറില്ല. വീട്ടിൽ ആരെങ്കിലും മരിക്കണം അതൊന്നും എടുക്കാൻ. എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, അതിൻ്റെ മഹത്വം അറിയോ? എടാ ചങ്ങാതി, ആ ഖുർആൻ ഓതുമ്പോൾ ഒരു ആയത്തുകൾ, അല്ലാഹുവേ എത്ര മഹത്വമേറിയ ആയത്തുകൾ ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കാത്തതുണ്ട്. 114 അധ്യായങ്ങൾ പരിശുദ്ധമായ ഖുർആനിലുണ്ടല്ലോ. എന്തേ മനസ്സിലാക്കാത്ത? വല്ലാത്ത അർത്ഥങ്ങൾ അതിനകത്ത്. പടച്ചവനെ, മരണത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച്. സൂറത്തു തക്കാസുർ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സൂറത്തു തക്കാസുർ, അൽഹാഖു മുത്തക്കാസുർ എന്ന് പറയുന്ന 6 വരിയുള്ള 5-6 വരി മാത്രമുള്ള ആ സൂറത്ത് ആരെങ്കിലും ഓതിയ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഖുർആനിലെ ഒറ്റ സൂറത്ത് ഓതിയ സ്വർഗമുണ്ട്. ഒറ്റ ഒരു സൂറത്തോതിയ, എന്തിന് ഒരായത്തോതിയ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സ്വർഗം വേണോ? അള്ളാന്റെ ഖുർആനിലെ ഒരായത്തോതിയാ മതി. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്തോതിയ, എല്ലാ ദിവസവും ആരോതുന്നുണ്ടോ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ ആയത്തോതിയ സ്വർഗത്തിൽ പോകാടാ, ഒരു സൂറത്തോതിയ സ്വർഗത്തിൽ പോകാം. പക്ഷെ നമ്മളിൽ ആരാ ഓതുക? എത്രയോ സൂറത്തുകൾ എനിക്കും കാണാതറിയാം, നിങ്ങൾക്കും കാണാതറിയാം. നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സൂറത്തുകൾ കാണാതെ പഠിച്ചവരാ. പക്ഷെ ഓർമ്മയുണ്ടോ സഹോദര? ഇരിക്കണ പെണ്ണുങ്ങൾ ടിക്ടോക്കിന്റെ പുറകിലല്ല. എല്ലാത്തിനും സിനിമാ ഗാനങ്ങൾ അറിയാം, എല്ലാത്തിനും ആൽബ പാട്ടുകൾ അറിയാം. പക്ഷെ മദ്രസയിൽ പഠിച്ച വല്ലുഹയ്ക്ക് താഴോട്ടുള്ളത് എത്ര സൂറത്തുകൾ കാണാതെ ഓതാൻ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരട്ടെ. സഹാബത്ത് മുഴുവനും പറഞ്ഞു, നബിയെ പറഞ്ഞതാ നബിയെ. സ്വർഗത്തിൽ പോകാനുള്ള ഒരു എളുപ്പവഴി ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു, ഞാൻ പറഞ്ഞു